To find out the concentration of SO2 in the air, the data was collected for 30 localities in a certain city and is presented below. Find the mean concentration of SO2 in the air. അതായത് 30 ലൊക്കാലിറ്റീസിലെ SO2 എയറിലുള്ള SO2ൻ്റെ കോൺസെൻട്രേഷനാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. ഇത് വെച്ചിട്ട് നമ്മൾ എയറിലുള്ള SO2ൻ്റെ കോൺസെൻട്രേഷൻ്റെ മീൻ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഓരോരുത്തെയും തന്നിട്ടുണ്ട്. 0 to 0.04 വരെ ഉള്ളത് 4 ഇടത്താണ്. അങ്ങനെ ഓരോ റേഞ്ചും തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ട് 30 ലൊക്കാലിറ്റീസാണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് കൂട്ടുമ്പോൾ ഫ്രീക്വൻസി എല്ലാം കൂടെ കൂട്ടുമ്പോൾ 30 വരണം. ഇത് കൂട്ടി നോക്കിയോ, ഇത് കൂട്ടുമ്പോൾ നമുക്ക് 30 തന്നെ കിട്ടും. അടുത്ത നമ്മൾ ഇവിടെ ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാ മെത്തേഡ് സിഗ്മ FI XI ബൈ സിഗ്മ FI ആ മെത്തേഡ് എടുത്താണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് XI കണ്ടുപിടിക്കണം. ഇത് കാണുന്നത് എങ്ങനെ? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പർ ലിമിറ്റ് 0.04 പ്ലസ് 0 ആണെങ്കിൽ അത് കൂട്ടുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ, അതേ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 0.02 ആണ് കിട്ടുന്നത്. ഇവിടെ വരുമ്പോഴോ 0.08 0.04 8 4 കൂടെ കൂട്ടുമ്പോൾ 12. അങ്ങനെ 0.12 എന്ന് കിട്ടും. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.06 കിട്ടും. ഓക്കെ, അന്നേരം ഇവിടെ 4 കൂടിയാൽ പോയെന്ന് അന്നേരം നമുക്ക് 0.10 കിട്ടും, 0.14 കിട്ടും, 0.18 കിട്ടും, 0.22 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ XIയും FIയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 0.08 അടുത്ത 54 ആണ്. അന്നേരം 0.54 കിട്ടും, 0.90 കിട്ടും, 0.28 കിട്ടും. 4 to 8 ആണ് 2. അടുത്ത ഇത് 0.18ഉം 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 8 4s 32 ആണ്. 2 കൊടുത്തു, 3 4 5 6 7 വരും. ഓക്കെ, ഇത് 0.44 വരും. ഇത്രയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് സം ചെയ്യണം. സിഗ്മ FI DI ആണ്. ഇതിൻ്റെ എല്ലാം സം എടുക്കണം. അത് നമുക്ക് ഇവിടെ എഴുതി കൂട്ടി വെക്കാം. 0.08 പ്ലസ് 0.54 ഉണ്ട്, 0.90 ഉണ്ട്, അടുത്തെന്തോ 0.28 ഉണ്ട്, 0.72 ഉണ്ട്, 0.44 ഉണ്ട്. ഓക്കെ, 8 10 14 18 26 കിട്ടും. അന്നേരം 6 2 ഇവിടെ കൊടുക്കാം. അടുത്ത 5 7 14 ഇത് രണ്ടും കൂട്ടി 7 ആയി. 14 കിട്ടി, 18 കിട്ടി, 20 കിട്ടി, 29 കിട്ടി. 9 ഇവിടെ കൊടുത്തു, ഇവിടെ 2. അന്നേരം 2.96 കിട്ടും. ഓക്കെ, എന്നിട്ട് ഇത് 2.96 ആണ്. ഇനി നമുക്ക് മീൻ കാണാനുള്ള ഇക്വേഷൻ X ബാർ എന്ന് പറയുന്നത് സിഗ്മ FI DI ബൈ സിഗ്മ FI ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ FI DI എന്ന് പറയുമ്പോൾ 2.96 ഡിവൈഡ് ബൈ സിഗ്മ FI 30. ഇപ്പോൾ 0 ഉണ്ട്, രണ്ടിടത്തും 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് ഇവിടെ 0.296ഉം ഇവിടെ 3യും കിട്ടും. ഓക്കെ, 0.296 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.098 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറയാം 0.09 എന്ന് എഴുതാം. 9 എഴുതാം വേണമെങ്കിൽ. 0.099 അല്ല, അപ്രോക്സിമേറ്റ്ലി 0.99 എഴുതാം കേട്ടോ. കാരണം ഇവിടെ 9 വന്നു, അന്നേരം ഒരു ഇതിവിടെ കൊടുക്കുക, ഇതിങ്ങോട്ട് കൊടുക്കുക, അന്നേരം 99 എന്നാവും. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ ഇതിൻ്റെ.